വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഉഷാ രഘുനന്ദനൻ. നമ്മൾ +2 മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th, 10th and 11th 3 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് 9th ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ റിഫ്ലെക്സ് റിലേഷൻ ഡിഫൈൻഡ് ഓൺ ദ സെറ്റ് A equal to ABC. അപ്പോൾ A equal to ABC എന്ന് പറഞ്ഞ സെറ്റ് തന്നിട്ടുണ്ട്. അതിന്റെ നമുക്ക് എന്ത് കാണണം? റിഫ്ലെക്സീവ് റിലേഷൻ. നമുക്ക് അറിയാം അല്ലെ, റിഫ്ലെക്സീവ് റിലേഷൻ ആവണമെങ്കിൽ എന്തായിരിക്കണം? എക്സ് ബിലോങ്സ് ടു ആർ ആണെങ്കിൽ എക്സ് ബിലോങ്സ് ടു എന്തായിരിക്കണം? ആർ ആയിരിക്കണം അല്ലെ, ഒരേ ഇമേജ് ആയിരിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ആർ ഈസ് ഈക്വൽ ടു എന്റെ അതേ ഇമേജ് കിട്ടണം, അതേപോലെ തന്നെ ബിന്റെ ഇമേജ് അതേ സെയിം കിട്ടണം, സിന്റെ ഇമേജും സെയിം കിട്ടണം. അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ നമുക്ക് എന്ത് കിട്ടും? റിഫ്ലെക്സീവ് റിലേഷൻ കിട്ടും. ഇനി നെക്സ്റ്റ്, കൺസിഡർ എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ f of x, x minus 2 divided by x minus 3, where f is a function from r to 3 gives r minus 3 gives r minus 1. Prove that f is 1 1 and on 2. ഈ തന്ന ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഈ തന്ന ഫംഗ്ഷൻ 1 1 on 2 ആണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഫംഗ്ഷൻ 1 1 ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്കറിയാം അല്ലെ, 1 1 ആണെങ്കിൽ ഒരു യൂണിക് എന്തിരിക്കണം? ഇമേജ് ഉണ്ടായിരിക്കണം. അപ്പോ ഗീവൺ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 ആണ്. ഓക്കെ, ഇനി ഇവിടെ രണ്ട് ഇമേജ് അല്ലെ, നമുക്ക് രണ്ട് ഡൊമെയിനും കോഡൊമെയിനിലും എന്താണ് യൂണിക് ഇമേജ് ഉണ്ടാവണം. അപ്പൊ നമ്മൾ x1 ഉം x2 എടുക്കും. അപ്പൊ ഇത് നമ്മളുടെ ഒരു x1 ആണെന്ന് വിചാരിക്കുക, x1. അതേപോലെ തന്നെ നമ്മൾ സെയിം ഇമേജ് എഫ് ഓഫ് x2 എടുക്കും, എന്താണ്? x2 minus 2, അതേപോലെ തന്നെ x2 minus 3. ഓക്കെ, അതിനെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും. അപ്പൊ x1 minus 2 ഡിവൈഡഡ് ബൈ x1 minus x3, ഇത് വേറെ എടുക്കുന്നതാണ്. x2 ഈക്വൽ ടു x2 minus 2 ഡിവൈഡഡ് ബൈ x2 minus 3. ഇനി ഇതിനൊന്ന് സിംപ്ലിഫൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും നോക്കാം. x1 x2 മൈനസ് 3x1 മൈനസ് 2x2 പ്ലസ് 6 ഈക്വൽ ടു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണേ, ഈ ഒരു x1 മൈനസ് 2 ഇൻറ്റു x2 മൈനസ് 3 ചെയ്തു, ഈക്വൽ ടു അതേപോലെ തന്നെ x2 മൈനസ് 2 ഇൻറ്റു x1 മൈനസ് 3 ചെയ്താൽ x2 x1 മൈനസ് 2x1 മൈനസ് 3x2 പ്ലസ് 6 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അതില് നമുക്ക് രണ്ട് സൈഡും കമ്പയർ ചെയ്ത് കഴിഞ്ഞാല് സെയിം ഉള്ള ടേംസ് ഒക്കെ കട്ടായി പോവും. 6 കട്ടായി പോയി. ഇനി നമുക്ക് ഇപ്പൊ റിമൈനിങ് എന്ന് പറയുന്നത് ഇതാണ്, ഇവിടെ കട്ടായി പോവില്ല. അപ്പൊ ഇവിടെ ഉള്ളത് നെഗറ്റീവ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് നെഗറ്റീവ് 3x1 മൈനസ് 2x2 ഉണ്ട്. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നെഗറ്റീവ് 2x1 മൈനസ് 3x2 ഉണ്ട് അല്ലെ. ഇതിനെ കമ്പയർ ചെയ്ത x1 നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കാം, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് x2 എടുക്കാം. സോ നെഗറ്റീവ് 3x1, ഈ നെഗറ്റീവ് 2x1 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ അത് പോസിറ്റീവ് 2x1 ആവും. അതേപോലെ തന്നെ നെഗറ്റീവ് 3x2 ഉണ്ട്. ഈ നെഗറ്റീവ് 2x2 ഇവിടേക്ക് വന്നാൽ പോസിറ്റീവ് 2x2 വരും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ബാക്കി ഉണ്ടാവുക? നെഗറ്റീവ് 3x1 പ്ലസ് 2x1 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് x1. ഇവിടെ നെഗറ്റീവ് 3x2 പ്ലസ് 2x2 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് x2. നെഗറ്റീവ് ക്യാൻസൽ ആയി പോയി. നമുക്ക് എന്ത് കിട്ടും? x1 ഈക്വൽ ടു x2 അല്ലെ. അപ്പൊ യൂണിക് ഇമേജ് കിട്ടി. therefore ഫംഗ്ഷൻ ഈസ് 1 1. അപ്പൊ ഇത് 1 1 ആണ് നമുക്ക് പ്രൂവ് ചെയ്ത് കിട്ടി. ഇനി നമുക്ക് എന്താണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്? ഇത് ഓൺ ടു കൂടി ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം അല്ലെ. അപ്പോ ഓൺ ടുവിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു? ഇപ്പോ എക്സ് ഇവിടെ തന്നിരിക്കുന്നത് y ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3. ഇത് നമ്മളുടെ ഒരു ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് നമ്മൾ y എന്ന് എടുത്തു. ഇനി ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയാൽ അറിയാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത xy മൈനസ് 3y ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 2. ഇത് എക്സ് എന്താ നമുക്ക് നോക്കി നോക്കാം. കാരണം ഇവിടെ പറയുന്നുണ്ട് r മൈനസ് 3 ടു r മൈനസ് 1 ആണ്. നോക്കി നോക്കാം എക്സിന്റെ വാല്യൂ ഇവിടെ കിട്ടുക എന്താണെന്ന്. xy മൈനസ് എക്സ് നമ്മൾ ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി, പ്ലസ് 3y. അപ്പൊ എക്സ് കോമൺ ആണെങ്കിൽ y മൈനസ് 1 ഈക്വൽ ടു നെഗറ്റീവ് 2 പ്ലസ് 3y ആയി അല്ലെ. അപ്പൊ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 3y മൈനസ് 2 ഡിവൈഡഡ് ബൈ y മൈനസ് 1 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇത് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഇപ്പൊ ഇവിടെ
സി വൈ നമുക്ക് എക്സ് ടു വൈ ഇവിടെ എടുക്കാൻ കാരണം എന്താ വെച്ചാല് ഇവിടെ ഓൺ ടു ആണല്ലോ. ഓൺ ടുവിന് നമ്മൾ ആദ്യം നോക്കുക എന്താണ്, കോഡൊമെയിൻ ആണ് അല്ലെ, ആദ്യം നോക്കേണ്ടത് കോഡൊമെയിൻ. അപ്പൊ ഇവിടെ എക്സ് ഈക്വൽ ടു ഇതാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി ഡിനോമിനേറ്റർ എന്താവാൻ പാടില്ല, ഈസ് നോട്ട് ഈക്വൽ ടു 1 ആവാൻ പാടില്ല അല്ലെ. 1 ആയി കഴിഞ്ഞാൽ അൺഡിഫൈൻഡ് ആവും. 1 - 1 0. അപ്പൊ 1 ആവാത്ത വാല്യൂ, r - 1 ആവാത്ത വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും, നമുക്ക് മനസ്സിലായി. അപ്പോ y ഈക്വൽ ടു 1 അല്ലാത്ത അപ്പൊ എല്ലാത്തിനും നമുക്ക് എന്തുണ്ട്, അപ്പൊ വൈയിലെ എല്ലാ കോഡൊമെയിനും നമുക്ക് ഒരു പ്രീ ഇമേജ് അവിടെ ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പോ നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റും, രണ്ടും എഴുതാം. കോഡൊമെയിൻ എന്താണ്, കോഡൊമെയിൻ r - 1 എഴുതാം. അതേപോലെ തന്നെ റേഞ്ചും എന്താണ്, r - 1 എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, x ഈസ് ഡിഫൈൻഡ്, എന്ത് എഴുതാം, x ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ y ഈസ് നോട്ട് ഈക്വൽ ടു 1. ശരിയല്ലേ, y ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു 1 എന്താണ്, എല്ലാം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, എവറി y ഇൻ കോഡൊമെയിൻ have a pre-image. എല്ലാ കോഡൊമെയിനിലെ വാല്യൂ എന്തുണ്ട്, ഒരു പ്രീ ഇമേജ് ഉണ്ട്. therefore എന്തുണ്ട്, ഇറ്റ് ഈസ് ഓൺ ടു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10th ക്വസ്റ്റ്യൻ എന്താണ്, ലെറ്റ് എ ആൻഡ് ബി ബി ടു മെട്രിക്സ് ഓഫ് സെയിം ഓർഡർ. ശ്രദ്ധിച്ചു വായിക്കണം. എ ബി എന്ന് പറഞ്ഞ മെട്രിക്സ് സെയിം ഓർഡറിന്റെ ആണ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫോൾസ്. ഇതിൽ തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ഏതാണ്, എ കോംപ്ലിമെന്റ് ഓഫ് കോംപ്ലിമെന്റ് ഈക്വൽ ടു എ ആണ് കിട്ടുക, നമുക്കറിയാം അല്ലെ. അതേപോലെ തന്നെ എ പ്ലസ് ബി ഹോൾ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ ഡാഷ് പ്ലസ് ബി ഡാഷ്, അതും കറക്റ്റ് ആണ്. അതേപോലെ തന്നെ എ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ബി ഡാഷ് ഫോൾസ് ആണ്. എന്താ കാരണം, എ ബി കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുക നമുക്ക് എന്താണ്, ബി കോംപ്ലിമെന്റ് എ കോംപ്ലിമെന്റ് ആണ്. ഇതും എന്താണ്, കറക്റ്റ് ആണ്. അപ്പൊ ഏതാണ് ഫോൾസ്, സി ഇസ് ദ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ് പ്ലസ് വൈ തന്നിട്ടുണ്ട്, എക്സ് മൈനസ് വൈ തന്നിട്ടുണ്ട്, ദെൻ ഫൈൻഡ് ദ മെട്രിക്സ് എക്സ് ആൻഡ് വൈ. അപ്പൊ ഇതിന് പെട്ടെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, നമ്മൾ പെയർ ഓഫ് ഇക്വേഷൻ ഒക്കെ സോൾവ് ചെയ്ത പോലെ തന്നെ എക്സ് പ്ലസ് വൈ ഈസ് ഗീവൺ, അതേപോലെ തന്നെ എക്സ് മൈനസ് വൈയും തന്നിട്ടുണ്ടെങ്കിൽ വൈ ക്യാൻസൽ ആയി അല്ലെ. നമുക്ക് ഇവിടെ എന്താണ് കണ്ടുപിടിക്കുന്നത്, ഏതെങ്കിലും ഒരു മെട്രിക്സ് എക്സും വൈയും കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെയാണ് നമുക്ക് എക്സ് ആദ്യം കിട്ടും. അപ്പോൾ 2x എന്ന് പറയുന്നത് എന്താണ്, ഇതിന് രണ്ടിന്റെ എഡീഷൻ ആണ് അല്ലെ. ഇവിടെ 7025 ആണ്. അതേപോലെ തന്നെ ഇവിടെ 3003 ആണ്. അപ്പോ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, 2x ഈക്വൽ ടു എഡീഷൻ എന്ന് പറഞ്ഞാൽ മെട്രിക്സ് എഡീഷൻ സിമ്പിൾ ആണ്, ഡയറക്റ്റ് നമുക്ക് ആഡ് ചെയ്താൽ മതി. 10 0 2 8. അപ്പൊ എക്സ് എന്തായിരിക്കും, 2x ആണ് ഇത്. അപ്പൊ എക്സ് എന്തായിരിക്കും, 10 ഡിവൈഡഡ് ബൈ 2 5, 0 ഡിവൈഡഡ് ബൈ 2 0, 2 ഡിവൈഡഡ് ബൈ 2 1, 8 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 4 ആയി. ഓക്കെ, ഇനി y ഫൈൻഡ് ചെയ്യണം. ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കുക, ഒന്നില്ലെങ്കിൽ ഫസ്റ്റിൽ അല്ലെങ്കിൽ സെക്കൻഡിൽ. ഞാൻ ഫസ്റ്റിലാണ് ഇപ്പൊ കൊടുക്കുന്നത്. അപ്പോ എക്സിന്റെ വാല്യൂ 5 0 1 4 ആണ്. പ്ലസ് y നമുക്ക് കണ്ടുപിടിക്കണം. അത് എത്ര തന്നിട്ടുണ്ട്, 7025 എന്ന് തന്നിട്ടുണ്ട്. സോ y എന്തായിരിക്കും, 7025 മൈനസ് 5014. അപ്പോ y എന്തായിരിക്കും, 7 - 5 2 0 1 1. അപ്പൊ എക്സിന്റെ വാല്യൂ ഈ മെട്രിക്സ് ആവും, വൈന്റെ വാല്യൂ എന്താണ്, ഈ ഒരു മെട്രിക്സ് ആവും. ഇനി അടുത്ത ചോദ്യം, ഇതില് 11th ക്വസ്റ്റ്യൻ, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം ഓഫ് എ സ്ഫിയർ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് വെൻ റേഡിയസ് 1 യൂണിറ്റ് ഈസ് ഡാഷ്. അപ്പോ എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം ഓഫ് എ സ്ഫിയർ. അപ്പൊ വോളിയം ഓഫ് സ്ഫിയർ എന്ന് പറയുന്നത്, സ്ഫിയറിന്റെ വോളിയം നമുക്കറിയാം, v ഈസ് ഈക്വൽ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, v ഈസ് ഈക്വൽ ടു 4/3 πr ക്യൂബ്. അപ്പോ ആ ഒരു ഇതെന്ത് ഇവിടെ കൊടുക്കുക, v ഈസ് ഈക്വൽ ടു 4/3 πr ക്യൂബ് എന്ന് കൊടുക്കുക. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്ഫിയർ ആണ്, വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണ്. അപ്പോ dv ഡിവൈഡഡ് ബൈ dr അല്ലെ, v വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആവുമ്പോൾ 4/3, r-ന്റെ ഡെറിവേറ്റീവ് 3πr² ഇങ്ങനെ കിട്ടും. 3 ക്യാൻസൽ ആയി, ആൻസർ എന്താണ്, 4πr² ആണ്. പക്ഷെ ഇവിടെ പറയുന്നുണ്ട് വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് എത്ര കൊടുക്കണം, r 1 യൂണിറ്റ് കൊടുക്കണം. സോ 4π × 1² എന്താ കിട്ടുക,
4 പൈ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ ആണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് ഫൈൻഡ് ദ ഇന്റർവൽ ഇൻ വിച്ച് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x ഈസ് ഇൻക്രീസിങ്. ഇൻക്രീസിങ് ഫംഗ്ഷൻ ഏത് ഇന്റർവെല്ലിലാണ് അത് ഇൻക്രീസ് ആവുന്നത് എന്നാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. തന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടെത്തണമല്ലോ. അപ്പോഴല്ലേ നമുക്ക് അതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടുക. എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് 2x മൈനസ് 4 എന്ന് വരും. അപ്പൊ 2x മൈനസ് 4നെ നമ്മൾ 0 കൊടുത്താൽ 2x ഈക്വൽ ടു 4 കിട്ടും. എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു എക്സാക്ട്ലി 2 കിട്ടിയോണ്ട് ഏതായാലും ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ് അല്ലെ, ഏത് ഫംഗ്ഷനിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ 2 ഓൾറെഡി ഉണ്ട്. സോ ക്ലോസ് ഇന്റർവെൽ 2 വെച്ചിട്ട് എന്താണ്, ഏത് നമ്പർ ആണെങ്കിലും അത് എന്തായിരിക്കും? പോസിറ്റീവ് ആണ്, ഇൻക്രീസിങ് ആണ് അല്ലെ. അപ്പോൾ ഏത് ഇന്റർവെല്ലാണ് ഇൻക്രീസിങ് ആവുക? ക്ലോസ് ഇന്റർവെൽ 2 ടു ഇൻഫിനിറ്റിയിൽ എന്താണത്? ഇൻക്രീസിങ് ആണ്. ഓക്കെ, ഈ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.